ചൂരൽമല ഉരുൾപൊട്ടൽ ദുരിതബാധിതരുടെ പുനരധിവാസ പട്ടികയെ ചൊല്ലിയുണ്ടായ വിവാദത്തിൽ വിശദീകരണവുമായി റവന്യൂ മന്ത്രി കെ രാജൻ. ദുരന്തത്തിൽപ്പെട്ട ഒരാളെ പോലും പട്ടികയിൽ നിന്നും ഒഴിവാക്കില്ലെന്ന് മന്ത്രി. കട്ടപ്പനയിൽ നിക്ഷേപകൻ ആത്മഹത്യ ചെയ്ത സംഭവം പോലീസ് കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. സഹകരണ മേഖലയിലെ തട്ടിപ്പിനെതിരെ കരുവന്നൂർ മോഡൽ സമരം വ്യാപിപ്പിക്കുമെന്നും സുരേന്ദ്രൻ. ദേശീയപാത നടത്തറ സിഗ്നൽ ജംഗ്ഷനിൽ കണ്ടെയ്നർ ലോറി കാറുമായി കൂട്ടിയിടിച്ച് നിയന്ത്രണം വിട്ട് മറിഞ്ഞ് ലോറി ഡ്രൈവർക്ക് പരിക്കേറ്റു. ബ്ലാങ്ങാട് ടൂറിസ്റ്റ് ബസും ഓട്ടോയും കൂട്ടിയിടിച്ച് ഓട്ടോ ഡ്രൈവർക്ക് പരിക്കേറ്റു. ജില്ലയിൽ 2 ഇടങ്ങളിൽ ഹോട്ടലുകളിൽ തീപിടുത്തം. പഴയന്നൂർ സെന്ററിലെ രവീന്ദ്ര ഹോട്ടലിലും കുന്നംകുളം ജംഗ്ഷനിലെ ഫുഡ് കോർണറിലുമാണ് തീപിടുത്തമുണ്ടായത്. ആളപായമില്ല. ജലസേചന സൗകര്യം കുറഞ്ഞതിനെ തുടർന്ന് മുണ്ടകൻ കൃഷി ഉപേക്ഷിച്ച് ചാറ്റിലാംപാടത്തെ കർഷകർ. കൃഷിക്കാവശ്യമായ വെള്ളം ലഭ്യമാക്കാൻ അധികൃതരുടെ ഭാഗത്തുനിന്ന് നടപടി വേണമെന്ന് കർഷകർ. വാർത്തകൾ വിശദമായി. ചൂരൽമല ഉരുൾപൊട്ടൽ ദുരിതബാധിതരുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ പട്ടികയെ ചൊല്ലിയുണ്ടായ വിവാദത്തിൽ വിശദീകരണവുമായി റവന്യൂ മന്ത്രി കെ രാജൻ. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. നിലവിൽ പുറത്തിറക്കിയത് കരട് പട്ടിക മാത്രമാണെന്നും 15 ദിവസത്തിനകം ആക്ഷേപങ്ങൾ അറിയിക്കാമെന്നും മന്ത്രി പറഞ്ഞു. എല്ലാവരെയും ഉൾപ്പെടുത്തലാണ് സർക്കാരിന്റെ ലക്ഷ്യം. ആർക്കും ആശങ്ക വേണ്ട. അർഹത മാത്രമാണ് മാനദണ്ഡം. കരട് ലിസ്റ്റിൽ പേരുകൾ ആവർത്തിക്കുന്നത് സ്വാഭാവികമായ കാര്യമാണ്. ആക്ഷേപങ്ങളും അഭിപ്രായങ്ങളും പൂർണ്ണമായും കേൾക്കും. ദുരന്തത്തിൽപ്പെട്ട ഒരാളെ പോലും ഒഴിവാക്കില്ലെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് സഹകരണ മേഖലയിൽ കൊള്ളയും രാഷ്ട്രീയ അതിപ്രസരവും കടന്നു വന്നിരിക്കുന്നത് ഗൌരവമേറിയ പ്രശ്നമാണെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞു. തൃശൂർ ബിജെപി ഓഫീസിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു കെ സുരേന്ദ്രൻ. കണ്ണൂരിൽ ADM ആത്മഹത്യ ചെയ്തതുമായി ബന്ധപ്പെട്ടുണ്ടായ കേസ് തേച്ചുമാച്ചു കളയാൻ ശ്രമിക്കുന്നത് പോലെയാണ് കട്ടപ്പനയിലെ നിക്ഷേപകന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നത്. സംസ്ഥാനത്ത് മുഴുവൻ നടന്ന സഹകരണ കൊള്ളയുടെ മറ്റൊരു പതിപ്പാണ് കട്ടപ്പനയിലേതെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. കട്ടപ്പനയിൽ ഒരു പാവപ്പെട്ട നിക്ഷേപകൻ തന്റെ സമ്പാദ്യമെല്ലാം എടുത്ത് സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ചതിന്റെ പേരിൽ ആ സഹകരണ ബാങ്കിന്റെ മുമ്പിൽ തന്നെ ആത്മഹത്യ ചെയ്യേണ്ട സ്ഥിതി. പക്ഷേ കേസ് അന്വേഷിക്കുന്ന പോലീസ് പ്രശ്നത്തിൽ ഉൾപ്പെട്ടത് ഉന്നതരായിട്ടുള്ള CPM നേതാക്കളായതുകൊണ്ട് ആ കേസ് അന്വേഷണം അട്ടിമറിക്കും. മാത്രമല്ല ആ സഹകരണ സ്ഥാപനം നിറയെ കൊള്ളയാണ്. അവിടെ നിക്ഷേപിക്കുന്ന പണം വകമാറ്റി ചെലവഴിക്കും. നാം തൃശ്ശൂർ ജില്ലയിലെ കരുവന്നൂരിലും തൃശ്ശൂർ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിലും എല്ലാം കണ്ട അതേ അഴിമതി തന്നെയാണ് CPM നിയന്ത്രണത്തിലുള്ള കട്ടപ്പനയിലെ ബാങ്കിലും നാം കണ്ടത്. സഹകരണ മേഖലയെ ശുദ്ധീകരിക്കാനുള്ള ഒരു നടപടിയും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല. സഹകരണ മേഖലയെ ശുദ്ധീകരിക്കാൻ കേന്ദ്രം നിയമം കൊണ്ടുവന്നപ്പോൾ സംസ്ഥാനത്തെ ഭരണപ്രതിപക്ഷത്തുള്ളവർ എതിർക്കുകയായിരുന്നുവെന്നും സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി. സഹകരണ മേഖലയെ ശുദ്ധീകരിക്കാൻ ശക്തമായ പ്രചാരണവും സമരവുമായി മുന്നോട്ടു പോകുമെന്നും സുരേന്ദ്രൻ പറഞ്ഞു. കേരളത്തിന് വലിയ തോതിലുള്ള കേന്ദ്ര സഹായം ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒറ്റയടിക്ക് 405 കോടിയുടെ സഹായം ലഭിക്കുന്നത്. ദേശീയ വിദ്യാഭ്യാസ നയത്തെ എതിർത്തതാണ് കേരളത്തിന് കേന്ദ്ര സഹായം ലഭിക്കാൻ കാലതാമസം നേരിട്ടതെന്നും ലഭിച്ച സഹായം ഫലപ്രദമായി വിനിയോഗിക്കണമെന്നും സുരേന്ദ്രൻ പറഞ്ഞു. പ്രധാനപ്പെട്ട സർവകലാശാലകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഇവിടെയെല്ലാം വിദ്യാഭ്യാസത്തിന്റെ മൂല്യം വർദ്ധിപ്പിക്കുന്നതിനും അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള 405 കോടി രൂപയുടെ ധനസഹായം ഒറ്റയടിക്ക് കേന്ദ്ര സർക്കാർ കേരളത്തിന് നൽകിയിരിക്കും. സ്വാതന്ത്ര്യാനന്തര ചരിത്രത്തിൽ ഇന്നേ വരെ ഒരു കേന്ദ്ര സർക്കാരും കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയ്ക്ക്, പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസ രംഗത്തിന് ഒറ്റയടിക്ക് ഇത്രയധികം തുക ഒരുമിച്ച് നൽകിയ ഒരു കാലം ഉണ്ടായിട്ടില്ല. എന്തായാലും കേന്ദ്ര സർക്കാർ വലിയ തോതിലുള്ള സഹായമാണ് കേരളത്തിന് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഇതിനെ മാതൃകാപരമായി ഉപയോഗിക്കുകയാണ് വേണ്ടത്. പ്രിയങ്ക ഗാന്ധിയുടെ പിന്നിൽ മാത്രമല്ല വിജയരാഘവന്റെ മുന്നിലും പിന്നിലും വർഗീയ ശക്തികളാണുള്ളത്. മാറി മാറി വരുന്ന LDFും UDFും വർഗീയ ശക്തികളെ പിന്തുണയ്ക്കുകയാണെന്നും സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി. പ്രിയങ്കയുടെ മുന്നിലും പിന്നിലും വർഗീയ ശക്തികളാണ് എന്നുള്ളത് ഒരു പുതിയ കാര്യമല്ലല്ലോ. എന്താ ഇപ്പോൾ ഒരു വെളിപാട് വിജയരാഘവന് തോന്നാൻ കാരണം? ഈ 2 മുന്നണികളും കേരളത്തിൽ വർഗീയ ശക്തികളെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുന്നത്. വർഗീയ ശക്തികളാണ് അവരുടെ ആകെയുള്ള കൈമുതൽ. വിജയരാഘവന്റെ പാർട്ടിയും ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടും പോപ്പുലർ ഫ്രണ്ടുമായിട്ടും PDPയുമായിട്ടും വെൽഫെയർ പാർട്ടിയും ഒക്കെ ആയിട്ടും അവർ സഖ്യം ഉണ്ടാക്കിയിട്ടുണ്ട്. ഓരോ തെരഞ്ഞെടുപ്പിലും മാറി മാറി LDFും UDFും അവരവരുടെ സൗകര്യം അനുസരിച്ച് വർഗീയ ശക്തികളുമായിട്ട് ചേർന്ന് പ്രചാരണം നടത്തുക. വിജയരാഘവൻ ഇങ്ങനെ ഒരു വെടിയിപ്പോൾ പൊട്ടിക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നല്ല ജനപിന്തുണ ഭൂരിപക്ഷ സമുദായത്തിൽ നിന്ന് അവർക്ക് നഷ്ടമായി. അപ്പോൾ അത് തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കുറേ വെടികൾ പൊട്ടിക്കും.
തൃശൂർ ജില്ലയെ 3ആയി വിഭജിച്ച് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ശക്തമാക്കിയതായും സംസ്ഥാനത്ത് BJPക്ക് ഇനി 30 ജില്ലാ കമ്മിറ്റികൾ ഉണ്ടാകുമെന്നും സുരേന്ദ്രൻ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ, സംസ്ഥാന സെക്രട്ടറി A നാഗേഷ്, KR ഹരി, ജസ്റ്റിൻ ജേക്കബ് എന്നിവരും പങ്കെടുത്തു. TC വിനോസ്, തൃശൂർ. ദേശീയപാത നടത്തറ സിഗ്നൽ ജംഗ്ഷനിൽ കണ്ടെയ്നർ ലോറിയും കാറും കൂട്ടിയിടിച്ച് കണ്ടെയ്നർ ലോറി നിയന്ത്രണം വിട്ട് മറിഞ്ഞു. ഒരാൾക്ക് പരിക്കേറ്റു. കണ്ടെയ്നർ ലോറി ഡ്രൈവർ കോയമ്പത്തൂർ സ്വദേശി മുത്തുരാജനാണ് പരിക്കേറ്റത്. അപകടത്തെ തുടർന്ന് ദേശീയപാതയിൽ ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. എറണാകുളത്ത് നിന്ന് പാലക്കാട്ടേക്ക് പോകുകയായിരുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. മണിക്കൂറുകൾക്ക് ശേഷം ലോറി ക്രെയിൻ ഉപയോഗിച്ച് മാറ്റി. ചാവക്കാട് ബ്ലാങ്ങാട് പാറൻപടിയിൽ ടൂറിസ്റ്റ് ബസും ഓട്ടോയും കൂട്ടിയിടിച്ച് ഓട്ടോ ഡ്രൈവർക്ക് പരിക്കേറ്റു. കടപ്പുറം തൊട്ടാപ്പ് സ്വദേശി ലാലു പ്രസാദിനാണ് പരിക്കേറ്റത്. ഇയാളെ ചാവക്കാട് ഹയാത്ത് ആശുപത്രിയിൽ എത്തിച്ചു. പഴയന്നൂരിൽ ഹോട്ടലിൽ തീപിടുത്തം. പഴയന്നൂർ സെന്ററിലെ രവീന്ദ്ര ഹോട്ടലിലാണ് തീപിടുത്തമുണ്ടായത്. അടുക്കളയിലെ ചിമ്മിനിയുടെ ഭാഗത്താണ് തീപിടിച്ചത്. സമീപത്തുണ്ടായിരുന്ന യൂണിയൻകാരും നാട്ടുകാരും ചേർന്ന് തീയണച്ചു. ഫയർഫോഴ്സ് സ്ഥലത്തെത്തുമ്പോഴേക്കും തീ അണച്ചിരുന്നു. ആളപായമില്ല. കുന്നംകുളത്ത് ഹോട്ടലിൽ തീപിടുത്തം. കുന്നംകുളം ജംഗ്ഷനിലെ ഫുഡ് കോർണറിലാണ് തീപിടുത്തമുണ്ടായത്. പാചകവാതക സിലിണ്ടറിൽ നിന്ന് തീ പടരുകയായിരുന്നു. അടുക്കളയിലെ സാധന സാമഗ്രികൾ കത്തി നശിച്ചു. ഫയർഫോഴ്സ് എത്തി തീയണച്ചു. ജലസേചന സൗകര്യം കുറഞ്ഞതിനെ തുടർന്ന് മുണ്ടകൻ കൃഷി ഉപേക്ഷിച്ച് ചാറ്റിലാമ്പാടത്തെ കർഷകർ. കൃഷിക്കാവശ്യമായ വെള്ളം ലഭ്യമാക്കാൻ അധികൃതരുടെ ഭാഗത്തുനിന്ന് നടപടി വേണമെന്ന് കർഷകർ. കൊടകര മറ്റത്തൂർ കൃഷിഭവനുകളുടെ പരിധിയിലായി 50 ഏക്കറോളം വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന പാടശേഖരം കഴിഞ്ഞ അരനൂറ്റാണ്ടിനിടെ ഇതാദ്യമായാണ് മുണ്ടകൻ വിളയില്ലാതെ തരിശു കിടക്കുന്നത്. ചാലക്കുടി ജലസേചന പദ്ധതിക്ക് കീഴിലെ വലതുകര കനാലിന്റെ മേച്ചിറ ഭാഗത്തു നിന്ന് ആരംഭിക്കുന്ന ആറേശ്വരം കാവനാട് ഉപകനാൽ വഴിയാണ് ചാറ്റിലാമ്പാടത്തേക്ക് കൃഷിക്കാവശ്യമായ വെള്ളം എത്തേണ്ടത്. മുൻകാലങ്ങളിൽ ഈ കനാൽ വഴി യഥേഷ്ടം വെള്ളമെത്തിയിരുന്നുവെങ്കിലും കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി കനാൽ വെള്ളം കർഷകർക്ക് കിട്ടാക്കനിയാണെന്ന് ചാറ്റിലാമ്പാടത്തെ കർഷകനായ VK സുബ്രഹ്മണ്യൻ പറഞ്ഞു. ഇവിടെ ഇത്തവണ മുണ്ടകൻ നെൽകൃഷി ചെയ്യാനായിട്ട് കനാൽ വെള്ളം കിട്ടാത്തത് കൊണ്ടും അതുപോലെ തന്നെ മഴയുടെ ലഭ്യത കുറവായതുകൊണ്ടും ഇത്തവണ മുണ്ടകൻ കൃഷി ഇറക്കാൻ പറ്റി. ഈ വർഷം തന്നെയല്ല, കഴിഞ്ഞ വർഷവും ഈ പ്രതിസന്ധി ഉണ്ടായിരുന്നു. കനാൽ വെള്ളം ഏത് ടേൺ തിരിക്കുന്ന സമയത്ത് ഞങ്ങളെ കൃത്യമായി അറിയിക്കാത്തത് മൂലം ഞങ്ങൾക്ക് ആ യോഗത്തിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല. 20 ദിവസം കഴിഞ്ഞിട്ട് 4 ദിവസം കനാൽ വെള്ളം തുറന്നു വിടുന്ന ഒരു അവസ്ഥയാണ് അവിടെ തീരുമാനത്തിലെത്തിയത്. 20 ദിവസം കൂടുമ്പോൾ 4 ദിവസത്തേക്ക് ആറേശ്വരം കാവനാട് ഉപകനാലിലേക്ക് വെള്ളം തുറന്നുവിടാനാണ് അധികൃതരുടെ തീരുമാനമുള്ളത്. ഇങ്ങനെ വെള്ളം തുറന്നുവിട്ടാൽ ചാറ്റിലാമ്പാടത്തേക്ക് ജലസേചനത്തിന് ആവശ്യമായ തോതിൽ വെള്ളം എത്താനിടയില്ല എന്ന കാരണത്താലാണ് ഇത്തവണ കർഷകർ മുണ്ടകൻ കൃഷിയിൽ നിന്ന് പിന്മാറിയത്. കഴിഞ്ഞ വർഷം ഇവിടെ മുണ്ടകൻ ഇറക്കിയിരുന്നുവെങ്കിലും കനാൽ വെള്ളം ലഭിക്കാത്തതിനാൽ പല കർഷകരുടെയും നെൽച്ചെടികൾ ഉണങ്ങിപ്പോയിരുന്നു. കതിരു വന്ന സമയത്ത് വെള്ളം കിട്ടാതെ വന്നതിനാൽ കനത്ത നഷ്ടമാണ് കർഷകർ നേരിട്ടത്. അടുത്ത കാലം വരെ ആണ്ടിൽ 3 പൂവ് കൃഷിയിറക്കിയിരുന്ന ചാറ്റിലാമ്പാടത്ത് മുണ്ടകൻ വിള ഇറക്കാതായതോടെ ഒന്നാം വിളയായ വിരിപ്പൂ മാത്രം ഇറക്കുന്ന പാടശേഖരമായി ചാറ്റിലാമ്പാടം മാറുകയാണ്. TC വിനോസ്, കൊടകര. MT വാസുദേവൻ നായരുടെ ആരോഗ്യസ്ഥിതി മാറ്റമില്ലാതെ തുടരുന്നു. ശ്വാസതടസ്സത്തെ തുടർന്ന് കഴിഞ്ഞ ഞായറാഴ്ചയാണ് MTയെ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. 3 ദിവസം മുൻപ് ഹൃദയസ്തംഭനത്തെ തുടർന്ന് ആരോഗ്യസ്ഥിതി കൂടുതൽ വഷളായിരുന്നു. ഇന്നലെ നേരിയ പുരോഗതി ഉണ്ടായിരുന്നു. ആരോഗ്യനില ഇന്നലത്തെ അതേ നിലയിൽ തന്നെ തുടരുകയാണെന്നാണ് പുതിയ മെഡിക്കൽ ബുള്ളറ്റിനിൽ പറയുന്നത്. എരുമപ്പെട്ടി കാഞ്ഞിരക്കോട് തോട്ടുപാലം പാടശേഖരത്തിൽ കാട്ടുപന്നി ശല്യം രൂക്ഷം. 4 ഏക്കറോളം വരുന്ന നെൽവയലുകളിലെ നെൽകൃഷി നശിപ്പിച്ചു. പടലക്കാട്ടിൽ മുഹമ്മദ്, കൊണ്ടപ്പറമ്പിൽ മോഹനൻ, പടലക്കാട്ടിൽ മൊയ്തുണ്ണി എന്നിവരുടെ കൃഷിയാണ് കാട്ടുപന്നികൾ നശിപ്പിച്ചത്. കൊയ്തെടുക്കാൻ പാകമായ കൃഷിയാണ് കാട്ടുപന്നികൾ വ്യാപകമായി നശിപ്പിച്ചത്. പാട്ടത്തിനടുത്തും കടം വാങ്ങിയുമാണ് പലരും കൃഷി ചെയ്തിട്ടുള്ളത്. കൃഷിവകുപ്പും വനം വകുപ്പും കൃഷി സംരക്ഷിക്കുവാനുള്ള നടപടി സ്വീകരിക്കണമെന്നും കൃഷിനാശത്തിന് നഷ്ടപരിഹാരം നൽകണമെന്നും കർഷകർ ആവശ്യപ്പെട്ടു.
കേന്ദ്ര പഞ്ചായത്തി രാജ് മന്ത്രാലയം രൂപവൽക്കരിച്ച അഡ്വൈസറി കമ്മിറ്റി മൈസൂരിൽ സംഘടിപ്പിക്കുന്ന സംവാദത്തിലേക്ക് മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബിയെ തെരഞ്ഞെടുത്തു. തിങ്കൾ, ചൊവ്വ ദിവസങ്ങളിൽ മൈസൂർ അബ്ദുൽ നസീർ സാബ് സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെവലപ്മെന്റ് ആൻഡ് പഞ്ചായത്തി രാജിൽ നടക്കുന്ന വനിതാ പ്രസിഡന്റുമാരുടെ സംവാദത്തിലേക്ക് കേരളത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട 3 പഞ്ചായത്ത് പ്രസിഡന്റുമാരിൽ ഒരാളാണ് അശ്വതി വിബി. ഒളവണ്ണ പഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രുതി, കക്കോടി പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ഷീബ എന്നിവരാണ് മറ്റു 2 പേർ. 2 മാസം മുൻപ് ഡൽഹിയിൽ നടന്ന അന്തർദേശീയ ജല ഉച്ചകോടിയിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് അശ്വതി വിബി പങ്കെടുത്തിരുന്നു. സൂപ്പർ സ്പെഷ്യാലിറ്റി മെഡിക്കൽ എൻട്രൻസ് പരീക്ഷയിൽ കൊടുങ്ങല്ലൂർ സ്വദേശിക്ക് 1ാം റാങ്ക്. ശ്രീഹരി വി അനിലിനാണ് 1ാം റാങ്ക് ലഭിച്ചത്. പ്രതിരോധ വകുപ്പിലെ റിട്ടയർഡ് കൺട്രോളർ ആനാപ്പുഴ വയലിപ്പറമ്പിൽ അനിൽ വി ഉമേഷിന്റെയും അധ്യാപികയായ സുമയുടെയും മകനാണ് ശ്രീഹരി. പോണ്ടിച്ചേരി ജിപ്മറിൽ സീനിയർ പ്രസിഡന്റ് ഡോക്ടറാണ് ശ്രീഹരി. ഇനി ക്രിസ്മസ് വിശേഷങ്ങളുമായി ജിംഗിൾ ബെൽസ്. ക്രിസ്മസ് വന്നെത്തിയതോടെ ക്രിസ്മസ് വിപണിയും സജീവമായി. ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷത്തിന്റെ ഭാഗമായുള്ള വൈവിധ്യമാർന്ന കേക്ക് വിപണിയാണ് ഇതിൽ ഏറെ ശ്രദ്ധേയം. ക്രിസ്മസ് ആഘോഷത്തിന്റെ മധുരവും മണവും രുചിയുമെല്ലാം പകരുന്നത് കേക്കുകളാണ്. കേക്കില്ലാതെ ക്രിസ്മസ് ആഘോഷമില്ല. യൂറോപ്പിൽ നിന്ന് വന്ന ക്രിസ്മസ് കേക്കുകൾ ഇന്ന് നമ്മുടെ സ്വന്തം വിഭവമായി മാറിക്കഴിഞ്ഞു. ക്രിസ്മസിന്റെ ഭാഗമായി ആരംഭിക്കുന്ന കേക്ക് വിപണി പുതുവർഷം വരെ സജീവമായിരിക്കും. 300 കോടിയിൽ പരം രൂപയുടെ കേക്ക് വിൽപ്പനയാണ് ഇക്കാലത്ത് സംസ്ഥാനത്ത് നടക്കുന്നത്. ഇത്തവണയും കേക്ക് വിപണിയിൽ വൈവിധ്യങ്ങൾ ഏറെയാണ്. കുരുന്നുകൾ മുതൽ പ്രായമായവർ വരെയുള്ളവരുടെ രുചിഭേദങ്ങൾ ത്രസിപ്പിക്കുന്നതും നയനമനോഹാരിത നൽകുന്നതുമായ വിവിധ തരം കേക്കുകളാണ് വിപണിയിൽ ഇടം പിടിച്ചിരിക്കുന്നത്. ക്രിസ്മസ് ന്യൂ ഇയർ വിപണി സജീവമായതായും കേക്കുകൾക്ക് വിലവർധനവ് ഉണ്ടെങ്കിലും ആവശ്യക്കാർ ഏറെയാണെന്നും ക്രീം കേക്കുകളെ അപേക്ഷിച്ച് പ്ലം കേക്കുകൾക്കാണ് ആവശ്യക്കാർ ഏറെയെന്നും വ്യാപാരിയും കേക്ക് നിർമ്മാതാവുമായ വിവേക് ബി നായർ പറഞ്ഞു. കേക്ക് വിപണി വളരെ സജീവമായിട്ട് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കേക്കുകൾക്കും കാര്യങ്ങൾക്കൊക്കെ വില കൂടുതലാണെന്നുണ്ടെങ്കിലും പ്രാവശ്യം പ്ലം കേക്കുകൾക്ക് തന്നെയാണ് കൂടുതൽ പ്രാധാന്യം കാണുന്നത്. ഫ്രഷ് ക്രീം കേക്കുകളും ഒപ്പം തന്നെ പുഡിംഗ് കേക്കുകൾ, അങ്ങനെ വെറൈറ്റികൾ ഇഷ്ടം പോലെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. വില നിലവാരം കൂടുതലാണ് എങ്കിലും എല്ലാവരും കേക്കുകൾ വാങ്ങി ആഘോഷിക്കുവാൻ ശ്രമിക്കുന്നുണ്ട്. പല രുചിഭേദങ്ങളിലുള്ള വിവിധ തരം പ്ലം പുഡിംഗ് കേക്കുകൾക്ക് പുറമെ ഫ്രഷ് ക്രീം കേക്കുകളായ ബ്ലാക്ക് ഫോറസ്റ്റ്, വൈറ്റ് ഫോറസ്റ്റ്, മാംഗോ, സ്ട്രോബെറി, കാരറ്റ് കേക്ക്, ചോക്കോനട്ട്, ആൽമണ്ട്, ചോക്കോ, വിവിധ ഫ്ലേവറുകളിലുള്ള റെഡ് ബി, ടെൻഡർ കോക്കനട്ട്, പിസ്ത, ഒറിജിൻ, റെഡ് വെൽവെറ്റ്, വാൻജോ, ബ്ലൂബെറി, ആൽമണ്ട്, ബട്ടർ സ്കോച്ച് തുടങ്ങി വിവിധ ഫ്ലേവറുകളിലുള്ള വൈവിധ്യങ്ങളായ ക്രീം കേക്കുകളും ബേക്കറി മെയ്ഡ് കേക്കുകൾക്ക് പുറമെ ഹോം മെയ്ഡ് കേക്കുകളും ഇന്ന് വിപണിയിൽ സജീവമാണ്. 380 രൂപ മുതൽ 900 രൂപ വരെയാണ് പ്ലം കേക്കുകളുടെ വില. ഫ്രഷ് ക്രീം കേക്കുകൾക്ക് 550 രൂപ മുതൽ 1500 രൂപയിലേറെയാണ് വില. കേക്കിലെ പുതുരുചികൾ തേടിയുള്ള പരീക്ഷണങ്ങൾ ഓരോ ക്രിസ്മസ് കാലത്തും നടന്നു വരുന്നു. കേക്കിന് പരമ്പരാഗത രീതിയിൽ കൂട്ട് തയ്യാറാക്കുന്ന കേക്ക് മിക്സിംഗ് ചടങ്ങും ഇന്ന് പലയിടങ്ങളിലും വലിയ ആഘോഷമായി തന്നെ മാറിക്കഴിഞ്ഞു. നഗരഗ്രാമ ഭേദമില്ലാതെ ക്രിസ്മസ് പുതുവത്സര ആഘോഷ വിപണി ലക്ഷ്യമിട്ടുകൊണ്ടുള്ള കേക്ക് വിപണി സജീവമായി കഴിഞ്ഞു. ഫെസ്റ്റിവൽ ഡെസ്ക് TCV. വേറിട്ട പ്രവർത്തനങ്ങളിലൂടെ പൊതുവിദ്യാലയങ്ങൾക്ക് മാതൃകയായ കോടാലി GLP സ്കൂളിൽ ക്രിസ്മസ് പുതുവത്സരാഘോഷത്തിന്റെ ഭാഗമായി ഒരുക്കിയ വർണ്ണവിസ്മയം ജനശ്രദ്ധേയമാകുന്നു. ഉദ്യാനതുല്യമായ വിദ്യാലയ അങ്കണം പൂർണ്ണമായും വർണ്ണവിളക്കുകളും നക്ഷത്രങ്ങളും കൊണ്ട് അലങ്കരിച്ചാണ് എസ്ട്രല്ല ഈവ് എന്ന പേരിൽ വിസ്മയ ലോകം തുറന്നിട്ടുള്ളത്. PTA നേതൃത്വത്തിലായിരുന്നു ഒരുക്കങ്ങൾ. ഒരു 3 ആഴ്ചയോളമുള്ള എല്ലാവരുടെയും നമ്മുടെ നാട്ടിലുള്ളവരുടെയും അതുപോലെ വിദ്യാലയ സൗഹൃദ വേദി, കൂട്ടായ്മ, SMC, PTA നമ്മുടെ വിദ്യാലയത്തിനോടനുബന്ധിച്ച് നിൽക്കുന്ന എല്ലാവരുടെയും വളരെയധികം കഠിന പ്രയത്നത്തിന്റെ ഫലമാണ് നമുക്ക് ഇത്ര നന്നായിട്ട് ഈ എക്സ്ട്രാ ഈവെന്ന പരിപാടി വിജയിപ്പിക്കാൻ സാധിച്ചത്. 35 അടിയിലേറെ ഉയരവും ചലിക്കുന്ന മുഖവുമുള്ള കൂറ്റൻ സാന്താക്ലോസ്, 2000 അടി വിസ്തൃതിയിൽ തീർത്ത പുൽക്കൂട്, ക്രിസ്മസ് ട്രീ,
ഭീമൻ ഗുഹ, സെൽഫി പോയിന്റ് എന്നിവയെല്ലാം ഈ വിസ്മയലോകത്തുണ്ട്. സമ്മാനപ്പൊതികളുമായി സാന്താക്ലോസ് സഞ്ചരിക്കുന്ന വണ്ടിയും ഇവിടെ പുനരാവിഷ്കരിച്ചിട്ടുണ്ട്. ചലിക്കുന്ന ഒട്ടകവും കാഴ്ചക്കാരെ ആകർഷിക്കുന്നു. കോടാലി സ്വദേശിയായ കലാകാരൻ PK നികേഷ് ആണ് കോടാലി സ്കൂളിലെ എസ്ട്രല്ല ഈവ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ഈ വിദ്യാലയത്തിൽ ഒരു മാസമായ പ്രവൃത്തിയുടെ ഭാഗമായിട്ടാണ് നമുക്ക് ഈ ക്രിസ്മസിന്റെ ആഘോഷം ഗംഭീരമാക്കാൻ നമുക്ക് കഴിഞ്ഞത്. PTA, MPTA, അധ്യാപകർ, കുട്ടികൾ, പൂർവ്വ വിദ്യാർത്ഥി സംഘടന, വിദ്യാലയ സൗഹൃദവേദി, നാട്ടുകാർ എന്നിവരടങ്ങിയ കൂട്ടായ്മയാണ് ഒരു മാസം നീണ്ട അധ്വാനത്തിലൂടെ ക്രിസ്മസ് പുതുവത്സര കാഴ്ച ഒരുക്കിയത്. TCV ന്യൂസ്, കൊടകര. കേക്ക് മുറിച്ചും പാപ്പയായി വേഷമിട്ടും തെരുവു മക്കളുടെ വേറിട്ട ക്രിസ്മസ് പുതുവത്സരാഘോഷം. നക്ഷത്രവും പുൽക്കൂടുമൊരുക്കിയും വിവിധ കലാപരിപാടികൾ നടത്തിയുമായിരുന്നു തെരുവു മക്കളുടെ ക്രിസ്മസ് പുതുവത്സരാഘോഷം ആഘോഷഭരിതമായി മാറിയത്. 23 വർഷമായി തെരുവിൻ്റെ മക്കൾക്ക് ദിവസവും മുടങ്ങാതെ ഭക്ഷണം വിതരണം ചെയ്യുന്ന ഹോമിയോ ഡോക്ടർ ജോജോ കെ ജോസഫ്, സീനിയർ സ്ട്രീറ്റ്മാൻ ജോസഫ് തക്കല എന്നിവരുടെ നേതൃത്വത്തിലാണ് തൃശൂർ MG റോഡിൽ ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിച്ചത്. കേക്ക് വിതരണവും വിവിധ സമ്മാന വിതരണവും ഇതോടൊപ്പം നടന്നു. ക്രിസ്മസിന് മാത്രമല്ല, ഓണം, വിഷു, പുതുവത്സര ദിവസങ്ങളിലും തെരുവു മക്കളോടൊപ്പം ഡോക്ടർ ജോജോ കെ ജോസഫ് ആഘോഷങ്ങൾ സംഘടിപ്പിക്കാറുണ്ട്. കൂടാതെ തെരുവിൻ്റെ മക്കളെ സർക്കസ് കാണിച്ചും ഇവർക്കൊപ്പം ബോട്ട് യാത്രകൾ നടത്തിയും പീച്ചി ഡാം, വാട്ടർ മെട്രോ, കൊച്ചി മെട്രോ എന്നിവ സന്ദർശനം നടത്തിയുമെല്ലാം വ്യത്യസ്തനാണ് ഡോക്ടർ ജോജോ കെ ജോസഫ്. തെരുവിൽ ഒരു കുടുംബമെന്ന ഡോക്ടറുടെ ആശയത്തിൽ നിന്നാണ് എല്ലാ ആഘോഷവും തെരുവിൽ ഈ കൂട്ടായ്മ സംഘടിപ്പിക്കുന്നത്. TCV ന്യൂസ്, തൃശൂർ. സാഹിത്യ സാംസ്കാരിക പ്രവർത്തകനും അധ്യാപകനുമായിരുന്ന ഡോക്ടർ കൽപ്പറ്റ ബാലകൃഷ്ണൻ അനുസ്മരണവും പുരസ്കാര സമർപ്പണവും തൃശൂരിൽ നടന്നു. സൂര്യമുദ്ര എന്ന പേരിൽ സാഹിത്യ അക്കാദമി ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങ് മുതിർന്ന കോൺഗ്രസ് നേതാവ് VM സുധീരൻ ഉദ്ഘാടനം ചെയ്തു. മുൻ സ്പീക്കർ അഡ്വക്കേറ്റ് തേറമ്പിൽ രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. കൽപ്പറ്റ ബാലകൃഷ്ണൻ സ്മൃതി പുരസ്കാര സമിതി ഏർപ്പെടുത്തിയ സമഗ്ര സംഭാവനയ്ക്കുള്ള നിരൂപക പ്രതിഭാസ പുരസ്കാരം PV കൃഷ്ണൻ നായർക്കും, സർഗശ്രീ പുരസ്കാരം K ഉണ്ണികൃഷ്ണന്റെ പെയ്ത്ത് എന്ന കഥാസമാഹാരത്തിനും, പഠനത്തിൽ മികച്ച നേട്ടം കൈവരിച്ച MA വിദ്യാർത്ഥിക്കുള്ള പുരസ്കാരം കേരളവർമ്മ കോളേജിലെ വിദ്യാർത്ഥിനി P പ്രവീണയ്ക്കും സമ്മാനിച്ചു. ഡോക്ടർ SK വസന്തൻ, P ബാലചന്ദ്രൻ MLA, P സുരേന്ദ്രൻ, ED ഡേവിസ്, ഷാജു പുത്തൂർ, സരസ്വതി ബാലകൃഷ്ണൻ, അപർണ ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. വരവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റിന്റെ ഈ വർഷത്തെ സപ്തദിന സഹവാസ ക്യാമ്പ് വരവൂർ ഗവൺമെന്റ് LP സ്കൂളിൽ ആരംഭിച്ചു. MLA UR പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KK ബാബു അധ്യക്ഷനായി. പഞ്ചായത്ത് പ്രസിഡന്റ് PP സുനിത, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിമല പ്രഹ്ലാദൻ, ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ KB പ്രീത, വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VG ദീപു പ്രസാദ്, വാർഡ് മെമ്പർ സേതുമാധവൻ, വരവൂർ NP സ്കൂൾ ഹെഡ്മിസ്ട്രസ് K ഉഷാകുമാരി തുടങ്ങിയവർ സംസാരിച്ചു. വേലൂർ പുലിയന്നൂർ ഗവൺമെന്റ് UP സ്കൂളിൽ പുതിയതായി നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം AC മൊയ്തീൻ MLA നിർവഹിച്ചു. കേന്ദ്ര സർക്കാരിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും പദ്ധതിയിൽ നിർമ്മിച്ച കിച്ചൺ കം സ്റ്റോറിന്റെ ഉദ്ഘാടനവും MLA നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി അധ്യക്ഷത വഹിച്ചു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ്, സ്കൂൾ ഹെഡ്മിസ്ട്രസ് കുമാരി ദേവി, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കർമ്മല ജോൺസൺ, ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ ചെയർപേഴ്സൺ ലളിത ഗോപി, പഞ്ചായത്ത് വികസനകാര്യ ചെയർമാൻ CF ജോയ്, ക്ഷേമകാര്യ ചെയർപേഴ്സൺ ഷേർലി ദിലീപ് കുമാർ, ബ്ലോക്ക് മെമ്പർ സ്വപ്ന റഷീദ് തുടങ്ങിയവർ സംസാരിച്ചു. പൂർണ്ണമായും എല്ലാവർക്കും ആത്മീയ ക്ലാസ് മുറികളായിട്ടില്ല, കുറേയേറെ സൗകര്യങ്ങളാണ്, ടോയ്ലറ്റുകളും ഉൾപ്പെടെ. ഡോക്ടർ BR അംബേദ്കറെ അപമാനിച്ച കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടി ചേലക്കര മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. ചേലക്കര സെന്ററിൽ നടന്ന പ്രതിഷേധ പരിപാടി പാർട്ടി മണ്ഡലം പ്രസിഡന്റ് PM ഷാജഹാൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം സെക്രട്ടറി KK ഷെറൂഫ, കൺവീനർ MM മൊയ്തുണ്ണി, മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ VA ഷെമിയ, OM ബഷീർ, അഷ്റഫ് ചെറുതുരുത്തി തുടങ്ങിയവർ സംസാരിച്ചു.
ഡോക്ടർ അംബേദ്കറെ അപമാനിച്ച ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പാവറട്ടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. KPCC സെക്രട്ടറി CC ശ്രീകുമാർ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. പാവറട്ടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് CJ സ്റ്റാൻലി അധ്യക്ഷത വഹിച്ചു. ജനപ്രതിനിധികളായ OJ ഷാജൻ, ആൻഡ്രോ പോൾ, TK സുബ്രഹ്മണ്യൻ, ധനേഷ് ചുള്ളിക്കാട്ടിൽ, ND സജിത് കുമാർ എന്നിവർ സംസാരിച്ചു. പ്രതിഷേധക്കാർ അമിത്ഷായുടെ കോലം കത്തിച്ചു. കാതിക്കോട് അൽ അഖ്സ ഹെവൻസ് സ്കൂളിൽ സെൻട്രൽ കേരള ഹെവൻസ് ഖുറാൻ ഫെസ്റ്റ് നടന്നു. ജമാഅത്തെ ഇസ്ലാമി തൃശൂർ ജില്ലാ പ്രസിഡന്റ് KK ഷാനവാസ് ഉദ്ഘാടനം ചെയ്തു. ഹെവൻസ് അസിസ്റ്റന്റ് ഡയറക്ടർ സാബിത് ബന്നാൻ അധ്യക്ഷത വഹിച്ചു. ജമാഅത്തെ ഇസ്ലാമി തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം അനസ് നദ്വി സമാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഹെവൻസ് പ്രീ സ്കൂൾ പെരുമ്പിലാവ് ഓവറോൾ ചാമ്പ്യന്മാരായി. നമുക്ക് ഉയർന്ന പദവിയും ലഭിക്കുവാൻ ഇടയാക്കുകയാണ്. സാധാരണയായി നമ്മുടെ ഖുർആൻ ആരംഭിക്കുന്നത് ചന്ദ്രപ്പിന്നി പെരുമ്പടപ്പ് സെന്റ് ആന്റണീസ് ദേവാലയത്തിന്റെ നേതൃത്വത്തിൽ കൃഷി വകുപ്പിന്റെ സഹകരണത്തോടെ തണ്ണിമത്തൻ കൃഷി ആരംഭിച്ചു. 1 ഏക്കറോളം വരുന്ന പള്ളി വളപ്പിലാണ് കൃഷിയൊരുക്കുന്നത്. വികാരി ഫാദർ അനിൽ പുതുശ്ശേരി, ഫാദർ ചെറിയാൻ മാളിയേക്കൽ, എടത്തുരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു എന്നിവർ ചേർന്ന് വിത്തിടൽ നിർവഹിച്ചു. കൈക്കാരന്മാരായ ആന്റണിയോ ജോസ്, ഷെല്ലി ബ്രഹ്മക്കുളം എന്നിവർ പങ്കെടുത്തു. ശ്രീരാമൻ ചിറ പാടശേഖര സമിതി സെക്രട്ടറി വിൽസൺ പുലിക്കോട്ടിലാണ് കൃഷിക്ക് വേണ്ട സാങ്കേതിക സഹായങ്ങൾ നൽകുന്നത്. നെല്ലുവായ് ഗ്രാമീണ വായനശാലയിൽ പുസ്തക പ്രദർശനവും പുസ്തക ചർച്ചയും സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്തലാൽ ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് TK ശിവൻ അധ്യക്ഷനായി. പഞ്ചായത്ത് മെമ്പർ MK ജോസ്, താലൂക്ക് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് NB ബിജു, വായനശാല സെക്രട്ടറി അജു നെല്ലുവായ്, S കണ്ണൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് ഖസാക്കിന്റെ ഇതിഹാസം എന്ന പുസ്തകത്തിന് നടന്ന ചർച്ചയും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഡോക്ടർ VC ബിനോജ് നേതൃത്വം നൽകി. അതുപോലെ തന്നെ നമുക്ക് ഈ 2023-24 ലൈബ്രറി കൗൺസിലിന്റെ ഫണ്ട് അനുവദിച്ചിട്ട് 2000 അനുവദിച്ചിട്ടുള്ളത്. അതിലൊരു വായനശാല നമ്മൾ കൊടകര സെന്റ് ജോസഫ് ഫൊറോന പള്ളിയിലെ സെന്റ് വിൻസെന്റ് ഡീപോൾ സംഘടനയുടെ ആഭിമുഖ്യത്തിൽ സാന്ത്വന സ്പർശം എന്ന പേരിൽ രോഗി സംഗമം സംഘടിപ്പിച്ചു. വികാരി ഫാദർ ജെയ്സൺ കരിപ്പായി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. അസിസ്റ്റന്റ് വികാരി ഫാദർ സിബിൻ വാഴപ്പള്ളി സഹകാർമ്മികനായിരുന്നു. വിൻസെന്റ് ഡീപോൾ സംഘടനാ പ്രസിഡന്റ് ഷാജി കളിയങ്കര, സെക്രട്ടറി ജോസ് മാടപ്പള്ളി എന്നിവർ നേതൃത്വം നൽകി. ചേറൂർ സെന്റ് ജോസഫ് സ്പെഷ്യൽ സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ ഭിന്നശേഷി വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ച് മെഗാ ക്രിസ്മസ് ഘോഷയാത്ര സംഘടിപ്പിച്ചു. ചേറൂർ വായനശാല മുതൽ പള്ളിമൂല വരെ സംഘടിപ്പിച്ച ഘോഷയാത്രയിൽ 200ഓളം ഭിന്നശേഷി വിദ്യാർത്ഥികളും മാതാപിതാക്കളും ക്രിസ്മസ് വേഷങ്ങൾ അണിനിരന്നത് കൗതുക കാഴ്ചയായി. കോർപ്പറേഷൻ കൌൺസിലർ അഡ്വക്കേറ്റ് വില്ലി ജിജോ, ജോസ് ആലുക്കാസ്, അധ്യാപകർ തുടങ്ങിയവർ സന്നിഹിതരായി. Christmas, Christmas, Merry Christmas. Bonnatale means Merry Christmas. സ്നേഹത്തിൻ പുതുവർണ്ണ കാഴ്ചയുമായി ബൊണ്ണത്താലെ വീണ്ടും. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ ചെമ്മാപ്പള്ളി യൂണിറ്റ് 25ാം സമ്മേളനം ചാഴൂർ കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിച്ചു. യൂണിറ്റ് സമ്മേളനം സംസ്ഥാന കമ്മിറ്റി അംഗം PM പുഷ്പകുമാരി ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് KB അശോകൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി സിഷ ഷാജി, ട്രഷറർ സ്മിത പ്രദീപ്, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ പീതാംബരൻ ഇയാനി, ഷിമ്മി ശിവദാസ് എന്നിവർ സംസാരിച്ചു. റിട്ടയർമെന്റ് ഇതുവരെ പെൻഷൻ കുറവാണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഈ കാലഘട്ടത്തിൽ ആലപ്പാട് മടത്തുംപടി ശ്രീ വനശാസ്ത്ര ക്ഷേത്രത്തിലെ ദേശവിളക്ക് മഹോത്സവം ഭക്തിസാന്ദ്രമായി. SNBP സമാജത്തിൽ നിന്ന് വാദ്യമേള താലപ്പൊലിയോടെയും എഴുന്നള്ളിപ്പ് നടന്നു. ബ്രദേഴ്സ് അന്തിക്കാട് അയ്യപ്പൻ വിളക്ക് സംഘം ശാസ്താംപാട്ടിന് നേതൃത്വം നൽകി. പാൽക്കിണ്ടി എഴുന്നള്ളിപ്പ്, കനലാട്ടം, വെട്ടും തടയും, ഗുരുതി തർപ്പണം എന്നിവയുടെ ദേശവിളക്കിന് സമാപനം കുറിച്ചു. ഭാരവാഹികളായ പ്രസിഡന്റ് ലാൽസൺ കരുമാരശ്ശേരി, സെക്രട്ടറി സുഭാഷ് കോരപ്പള്ളി, കൺവീനർ ഉണ്ണികൃഷ്ണൻ കുണ്ടുവള്ളി, ജോയിന്റ് കൺവീനർ ഗോപി കളത്തിങ്കൽ എന്നിവർ ദേശവിളക്ക് ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി.
സംസ്ഥാന പാരന്റ്സ് ടീച്ചേഴ്സ് അസോസിയേഷൻ വാർഷികാഘോഷവും പുരസ്കാര സമർപ്പണവും തൃശൂരിൽ നടന്നു. കേരള സാഹിത്യ അക്കാദമിയിൽ നടന്ന ചടങ്ങിന്റെ ഉദ്ഘാടനവും ഗുരുശ്രേഷ്ഠ പുരസ്കാര സമർപ്പണവും മന്ത്രി കെ രാജൻ നിർവഹിച്ചു. ഗുരുശ്രേഷ്ഠ പുരസ്കാര ജേതാവ് ഡോക്ടർ കെ ആർ ജയകുമാറിന് വേണ്ടി ADGP പി വിജയൻ പുരസ്കാരം ഏറ്റുവാങ്ങി. പ്രഥമ ചിത്രം നമ്പൂതിരിപ്പാട് സ്മാരക കീർത്തി ശ്രേഷ്ഠ പുരസ്കാരം സംസ്ഥാന ഇന്റലിജൻസ് ADGP വിജയന് മുൻ നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് തേറമ്പിൽ രാമകൃഷ്ണൻ സമ്മാനിച്ചു. വിദ്യാശ്രേഷ്ഠ പുരസ്കാരം തൃശൂർ ഗവൺമെന്റ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ PS മനോജ് കുമാർ P ബാലചന്ദ്രൻ MLA-യിൽ നിന്നും ഏറ്റുവാങ്ങി. വിവിധ രംഗങ്ങളിലെ മാതൃകാപരമായ പ്രവർത്തനങ്ങൾക്കുള്ള കർമ്മശ്രേഷ്ഠ പുരസ്കാരം TCV കൊടുങ്ങല്ലൂർ ലേഖകൻ നവാസ് പടവിങ്ങൽ അടക്കമുള്ളവർ ഏറ്റുവാങ്ങി. ചടങ്ങിൽ ഈ വർഷത്തെ ബെസ്റ്റ് PTA അവാർഡിന് അർഹരായ സ്കൂളുകൾക്കുള്ള പുരസ്കാരങ്ങളും വിതരണം ചെയ്തു. PTA സംസ്ഥാന പ്രസിഡന്റ് VG തമ്പി അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി KM ജയപ്രകാശ്, വർക്കിംഗ് പ്രസിഡന്റ് KP രാധാകൃഷ്ണൻ, പ്രോഗ്രാം കൺവീനർ ശരത് ചന്ദ്രൻ മച്ചിങ്ങൽ തുടങ്ങിയവർ സംസാരിച്ചു. സമഗ്ര ശിക്ഷ കേരളം ചൊവ്വന്നൂർ BRCയുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര ഭിന്നശേഷി ദിനാചരണം സംഘടിപ്പിച്ചു. നഗരസഭ ടൗൺഹാളിൽ സംഘടിപ്പിച്ച പരിപാടി നഗരസഭ വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൌൺസിലർ മിനി മോൺസി അധ്യക്ഷത വഹിച്ചു. നഗരസഭാ കൌൺസിലർ ലബീബ് ഹസൻ, കുന്നംകുളം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ A മൊയ്തീൻ, സുവിധം ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രസിഡന്റ് ചാന്ദിനി തുടങ്ങിയവർ സംസാരിച്ചു. എങ്ങണ്ടിയൂർ ഫാദർ പോൾ ചിറ്റിലപ്പള്ളി മെമ്മോറിയൽ പബ്ലിക് സ്കൂളിന്റെ 22ാം വാർഷികാഘോഷം സമാപിച്ചു. എങ്ങണ്ടിയൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുദർശൻ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ഫാദർ ആന്റോ ഒല്ലൂക്കാരൻ അധ്യക്ഷത വഹിച്ചു. ഫാദർ ജീൻ ചിറയത്ത് അനുഗ്രഹ പ്രഭാഷണം നടത്തി. കേരളോത്സവം സംസ്ഥാന തലത്തിൽ 1ാം സ്ഥാനം നേടിയ ദേവിക C ദിലീപ്, സീരിയൽ താരം ഹൈസ നസ്രിൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ഗുരുവായൂർ നിയോജക മണ്ഡലം ഇരട്ടപ്പുഴ ഗവൺമെന്റ് LP സ്കൂൾ കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും 1ാം നിലയുടെ നിർമ്മാണ ഉദ്ഘാടനവും ചൊവ്വാഴ്ച മന്ത്രി R ബിന്ദു നിർവഹിക്കും. MLA-യുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 99.5 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് കെട്ടിടം നിർമ്മിക്കുന്നത്. ഇലക്ട്രിക്കൽ പ്രവൃത്തികൾക്കായി 6.70 ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട്. ഗുരുവായൂർ MLA NK അക്ബർ അധ്യക്ഷത വഹിക്കും. വാടാനപ്പള്ളി നടുവിൽക്കര ശ്രീ പുത്തിലത്ത് അയ്യപ്പസ്വാമി ക്ഷേത്ര ദേശവിളക്ക് മഹോത്സവം ആഘോഷിച്ചു. അസോസിയേഷൻ ഭാരവാഹികളായ പ്രസിഡന്റ് VM സുബീഷ്, സെക്രട്ടറി KD ദേവാനന്ദ്, ട്രഷറർ KR രാഗേഷ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. വാടാനപ്പള്ളി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് RCUP സ്കൂളിൽ നടന്ന ക്രിസ്മസ് ആഘോഷം വാടങ്കം സന്തോഷ് പണിക്കശ്ശേരി ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് സുനിൽ കുമാർ അധ്യക്ഷനായി. മാനേജർ ഫാദർ ഏബിൾ ചിറമൽ ക്രിസ്മസ് സന്ദേശം നൽകി. പ്രധാനാധ്യാപകൻ ഷാജി, മദർ PTA പ്രതിനിധികളായ ആഷിബ, ഷീന, സ്റ്റാഫ് പ്രതിനിധി മാർഗരറ്റ് പോൾ എന്നിവർ സംസാരിച്ചു. ചാവക്കാട് എഴുത്തുമുറി വാട്സാപ്പ് കൂട്ടായ്മ മികച്ച സാഹിത്യത്തിന് പുരസ്കാരം നൽകും. 2023 ജനുവരി 1 മുതൽ 2024 ഡിസംബർ 31 വരെ ആദ്യ പതിപ്പായി പ്രസിദ്ധീകരിച്ച കവിതാ സമാഹാരത്തിനാണ് പുരസ്കാരം. 5555 രൂപയും ശില്പവും പ്രശസ്തി പത്രവുമാണ് പുരസ്കാരം. ജൂലൈയിൽ എഴുത്തുമുറി വാർഷിക സമ്മേളനത്തിൽ പുരസ്കാരം സമർപ്പിക്കും. സൃഷ്ടികൾ ഫെബ്രുവരി 28 മുൻപായി അയക്കണം. മുഹമ്മദ് മുനീദ്ദീൻ, ദിലീപ് അഞ്ചങ്ങാടി, മെഹർനീസ ബഷീർ, ഷൈബി വത്സൻ, ഷബ്ന ഹാഷിം എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ചാവക്കാട് ഇരട്ടപ്പുഴ ഉദയ വായനശാല സാഹിത്യ പുരസ്കാര വിതരണം തിങ്കളാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. KN വിനീഷിന്റെ നിഴൽപോര്, ഷനോജ് R ചന്ദ്രന്റെ കാലൊടിഞ്ഞ പുണ്യാളൻ, ഷൈലന്റെ രാഷ്ട്രമീമാംസ എന്നിവയ്ക്കാണ് പുരസ്കാരം. 11,111 രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്ന പുരസ്കാരം എഴുത്തുകാരൻ KP രാമനുണ്ണി സമ്മാനിക്കും. ആച്ചി ബാബു, വലീദ് തെരുവത്ത്, AN സഹദേവൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. പുല്ലഴി ശ്രീ ശ്രീ രവിശങ്കർ വിദ്യാമന്ദിറിന്റെ പ്രഥമ ലോക മെഡിറ്റേഷൻ ദിനം ആചരിച്ചു.
തൃശൂർ കോർപ്പറേഷൻ കൗൺസിലർ ശ്രീലാൽ ശ്രീധർ മുഖ്യാതിഥിയായിരുന്നു. ആർട്ട് ഓഫ് ലിവിംഗ് പരിശീലകൻ സുരേഷ് മേനോൻ ക്ലാസ് എടുത്തു. പ്രിൻസിപ്പൽ PK ശ്രീലേഖ, അഡ്മിനിസ്ട്രേറ്റർ മീര വർമ്മ, അധ്യാപകരായ പ്രിയ, സീമ, സുജാത എന്നിവർ സംസാരിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കുന്നംകുളം ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മൺമറഞ്ഞുപോയ മുൻ സംഘടനാ ഭാരവാഹികളെ അനുസ്മരിക്കുന്നതിനായി നേതൃസ്മൃതി സംഘടിപ്പിച്ചു. കുന്നംകുളം CV സ്മാരക ഹാളിൽ നടന്ന ചടങ്ങ് KSSPU ജില്ലാ ട്രഷറർ ജോസ് കോട്ടപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് MK സുകുമാരൻ അധ്യക്ഷനായി. സാംസ്കാരിക വേദി കൺവീനർ VC ഗീവർഗീസ്, KG പാറുക്കുട്ടി, TA സുകുമാരൻ, പ്രൊഫസർ PS വിഷ്ണു, സൗത്ത് യൂണിറ്റ് സെക്രട്ടറി P രാജഗോപാൽ തുടങ്ങിയവർ സംസാരിച്ചു. ഇനി വാണിജ്യം. മുപ്പത്തിമൂന്ന് വർഷത്തെ സേവന പാരമ്പര്യവുമായി ചെവ്വൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പുല്ലോക്കാരൻ ഫർണിച്ചറിന്റെ ബ്രാഞ്ചായ കാളത്തോട് ഷോറൂമിൽ ആകർഷകമായ ക്രിസ്മസ് ന്യൂ ഇയർ ഓഫറുകളാണ് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത്. പാരമ്പര്യത്തിന്റെ പ്രൗഢിയും വിശ്വസ്തതയുമായി അന്നും ഇന്നും ഒരേ പേരിൽ പ്രവർത്തിക്കുന്ന പുല്ലോക്കാരൻ ഫർണിച്ചറിന്റെ കാളത്തോട് ഷോറൂമിൽ ക്രിസ്മസ് ന്യൂ ഇയർ പ്രമാണിച്ച് ആകർഷകങ്ങളായ ഓഫറുകളാണ് ഒരുക്കിയിരിക്കുന്നത്. ജനുവരി 15 വരെയുള്ള ഓരോ പർച്ചേസിനും ഉറപ്പായ സമ്മാനവും ആകർഷകമായ ഡിസ്കൗണ്ടും ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുണ്ട്. വീടിനുള്ളിൽ സ്ഥലം നഷ്ടപ്പെടാത്ത വിധം ഷോറൂം പ്രതിനിധികൾ വീട്ടിലെത്തി അളവെടുത്ത് ഫർണിച്ചർ കൃത്യമായി സെറ്റ് ചെയ്ത് നൽകുന്നു എന്നതാണ് പുല്ലോക്കാരൻ ഫർണിച്ചറിന്റെ സവിശേഷത. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരെ പോലും ആകർഷിക്കുന്ന ഏക ഫർണിച്ചർ ഷോറൂമാണ് പുല്ലോക്കാരൻ ഫർണിച്ചർ. സ്വന്തം പണിശാലയിൽ നിർമ്മിച്ചവയും പുറമെ നിന്നുള്ളതുമായ ഗുണമേന്മയും അഭിരുചിക്കിണങ്ങിയതുമായ ഫർണിച്ചറുകൾ ഇടനിലക്കാരില്ലാതെ കാളത്തോട് ചെവ്വൂർ ഷോറൂമുകളിൽ നിന്ന് ഉപഭോക്താക്കൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. കാളത്തോട് ഷോറൂമിന് പുറമെ ചെവ്വൂരിലെ മെയിൻ ഷോറൂമിൽ നിന്നും വാങ്ങുന്ന ഫർണിച്ചറുകൾക്കും ക്രിസ്മസ് ന്യൂ ഇയർ ഓഫറുകൾ ലഭ്യമാണെന്ന് പുല്ലോക്കാരൻ ഫർണിച്ചർ ഉടമ റപ്പായി പുല്ലോക്കാരൻ അറിയിച്ചു. ഫർണിച്ചറുകൾ വാങ്ങുമ്പോൾ EMI സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് 8078050666 8078050444. കേരളത്തിലെ ഇലക്ട്രോണിക്സ് ഗൃഹോപകരണ വിപണന രംഗത്തെ പ്രമുഖരായ വേണൂസ് ഡിജിറ്റൽ ആർക്കേഡിൽ ഓണത്തോടനുബന്ധിച്ച് ലോയിഡ് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്തവർക്കായി സംഘടിപ്പിച്ച സ്പിൻ ആൻഡ് വിൻ ബിഗ് കോൺടെസ്റ്റിലെ വിജയിയായ ബിജേഷിന് ബമ്പർ സമ്മാനമായ മഹീന്ദ്ര ഥാർ കൈമാറി. ബമ്പർ സമ്മാന വിതരണ ചടങ്ങിൽ വേണൂസ് ഡിജിറ്റൽ ആർക്കേഡ് മാനേജിംഗ് ഡയറക്ടർ KV ആനന്ദൻ, മാനേജിംഗ് പാർട്ണർ KV അജിതൻ, എക്സിക്യൂട്ടീവ് പാർട്ണർ KV ശ്രീരാഗ്, ജനറൽ മാനേജർ സുനിൽ കുമാർ, അസിസ്റ്റന്റ് ജനറൽ മാനേജർ രാജേഷ് മാത്യു, ചാവക്കാട് സ്റ്റോർ മാനേജർ ഷിജിൽ, ലോയിഡ് റീജിയണൽ മാനേജർ പ്രിയേഷ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. കൂടാതെ ക്രിസ്മസ് ഫെസ്റ്റിവൽ സെയിൽ പ്രമാണിച്ച് വേണൂസിൽ ഗൃഹോപകരണങ്ങൾ, ലാപ്ടോപ്പുകൾ, മൊബൈൽ ഫോണുകൾ എന്നിവയ്ക്ക് പലിശരഹിത വായ്പയും ക്യാഷ് ബാക്ക് ഓഫറുകളും ബ്രാൻഡ് ഓഫറുകൾക്ക് പുറമെ വേണൂസിന്റെ സ്പെഷ്യൽ ഓഫറുകളും ഷോറൂമുകളിൽ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുണ്ടെന്ന് വേണൂസ് ഡിജിറ്റൽ ആർക്കേഡ് മാനേജിംഗ് ഡയറക്ടർ KV ആനന്ദൻ പറഞ്ഞു. കഴിഞ്ഞ 35 വർഷമായി തൃശ്ശൂരും പാലക്കാട് എറണാകുളത്തുമായി 24 സ്റ്റോറുള്ള വേണൂസ് ഡിജിറ്റൽ ആർക്കേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ട പ്രീമിയം കമ്പനികളുടെ മൊബൈൽ ഫോണ്, ലാപ്ടോപ്പുകൾ, അതിൻ്റെ ആക്സറീസ്, അതേപോലെ തന്നെ ഗൃഹോപകരണങ്ങൾ റെസിഡൻസിലായാലും കമേഴ്സിലായാലും ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇത് പർച്ചേസ് ചെയ്യുന്നതിന് പലിശരഹിത വായ്പയോടുകൂടി എല്ലാ കമ്പനികളായിട്ടും ടൈപ്പായിട്ട്, അതുപോലെ തന്നെ ക്യാഷ് ബാക്ക് ഓഫറും ദീർഘകാല സർവീസും അതുപോലെ തന്നെ ദീർഘകാല വാറണ്ടിയും എക്സ്ട്രാ വാറണ്ടിയും ഞങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങളേവരെയും വേണൂസ് ഡിജിറ്റൽ ആർക്കേഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഏവർക്കും വേണൂസ് ഡിജിറ്റൽ ആർക്കേഡിൻ്റെ പേരിലും എൻ്റെ പേരിലും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ. ഇയർ ആൻഡ് സെയിൽ പ്രമാണിച്ച് ജർമ്മൻ ബ്രാൻഡായ ബോഷിന്റെ ഗൃഹോപകരണങ്ങൾ ഇനി കിടിലൻ ഓഫറിൽ ഉപഭോക്താക്കൾക്ക് സ്വന്തമാക്കാം. കൂടാതെ നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ തുടങ്ങി ഒട്ടനവധി ഗൃഹോപകരണങ്ങളും സ്വന്തമാക്കാൻ സുവർണാവസരം ഉണ്ടായിരിക്കും. ഈ ഓഫർ ഡിസംബർ 31 വരെ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ.
തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 7090 രൂപ, പവന് 56,720 രൂപ, വെള്ളി ഗ്രാമിന് 95 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3194 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ പുനരധിവാസ പട്ടികയെ ചൊല്ലിയുണ്ടായ വിവാദത്തിൽ വിശദീകരണവുമായി റവന്യൂ മന്ത്രി കെ രാജൻ. ദുരന്തത്തിൽപ്പെട്ട ഒരാളെ പോലും പട്ടികയിൽ നിന്നും ഒഴിവാക്കില്ലെന്ന് മന്ത്രി. കട്ടപ്പനയിൽ നിക്ഷേപകൻ ആത്മഹത്യ ചെയ്ത സംഭവം പോലീസ് കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. സഹകരണ മേഖലയിലെ തട്ടിപ്പിനെതിരെ കരുവന്നൂർ മോഡൽ സമരം വ്യാപിപ്പിക്കുമെന്നും സുരേന്ദ്രൻ. ദേശീയപാത നടത്തറ സിഗ്നൽ ജംഗ്ഷനിൽ കണ്ടെയ്നർ ലോറി കാറുമായി കൂട്ടിയിടിച്ച് നിയന്ത്രണം വിട്ട് മറിഞ്ഞ് ലോറി ഡ്രൈവർക്ക് പരിക്കേറ്റു. ബ്ലാങ്ങാട് ടൂറിസ്റ്റ് ബസും ഓട്ടോയും കൂട്ടിയിടിച്ച് ഓട്ടോ ഡ്രൈവർക്ക് പരിക്കേറ്റു. ജില്ലയിൽ 2 ഇടങ്ങളിൽ ഹോട്ടലുകളിൽ തീപിടുത്തം. പഴയന്നൂർ സെന്ററിലെ രവീന്ദ്ര ഹോട്ടലിലും കുന്നംകുളം ജംഗ്ഷനിലെ ഫുഡ് കോർണറിലുമാണ് തീപിടുത്തമുണ്ടായത്. ആളപായമില്ല. ജലസേചന സൗകര്യം കുറഞ്ഞതിനെ തുടർന്ന് മുണ്ടകൻ കൃഷി ഉപേക്ഷിച്ച് ചാറ്റിലാംപാടത്തെ കർഷകർ. കൃഷിക്കാവശ്യമായ വെള്ളം ലഭ്യമാക്കാൻ അധികൃതരുടെ ഭാഗത്തു നിന്ന് നടപടി വേണമെന്ന് കർഷകർ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.